എളുപ്പത്തിൽ തന്നെ ഗുലാബ് ജാമുൻ മിക്സ് വെച്ചിട്ട് എങ്ങനെ ഗുലാബ് ജാമുൻ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആച്ചീൻ്റെ ഗുലാബ് ജാമുൻ മിക്സാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് ഞാൻ ഒരു പാക്കിൻ്റെ കൂടെ ഒരു പാക്കും കൂടി ഫ്രീ ഉള്ളതാണ്. അപ്പോൾ 2 പാക്ക് എടുത്തിട്ട് ഒരുമിച്ചാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. 2 പാക്കും ഞാൻ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണേക്കാളും ഒരു പകുതിയായാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ ഷുഗർ സിറപ്പിൽ ഇട്ടെടുക്കുന്ന സമയത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒന്ന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഉപ്പ് കൂടി പോകരുത് കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ പാൽ കുറേശ്ശെ ചേർക്കുന്നത് കൂടി പോകരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒട്ടുന്ന പരുവാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കയ്യിൽ കുറച്ച് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ മുഴുവൻ ഇതേപോലെ തന്നെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ വെച്ചത്. ഇരുമ്പ് ചട്ടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അധികം ചൂടാകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് ചട്ടി എടുത്തത്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് അതിൻ്റെ മുന്നേ തയ്യാറാക്കി വെച്ചതാണ്. അപ്പോൾ എന്താ പറയുക, 2 കപ്പ് പഞ്ചസാര ആണെങ്കിൽ അതിലേക്ക് ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം ഒരു നുള്ളു ഉപ്പും പിന്നെ ഏലക്കായ്പ്പൊടിയും പിന്നെ എന്താ പറയുക ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും പിന്നെ എന്താ പറയുക ലെമൺ ജ്യൂസാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഏലക്കായ്പ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിനേക്കാളും ടേസ്റ്റ് ഏലക്കായ്പ്പൊടി ചേർത്തതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് അതിലേക്ക് കോരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയേ. ഞാൻ അതിൻ്റെ മുന്നേ മറിച്ചിട്ട് കൊടുത്തതുകൊണ്ടാണ് ഇത് പൊട്ടിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഇതെല്ലാം അങ്ങനെ മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാൻ ലാസ്റ്റ് എല്ലാ ഷുഗർ സിറപ്പും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് 2-3 ദിവസമൊക്കെ പുറത്ത് തന്നെ വെക്കാം കേട്ടോ. ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം ബോക്സ് വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി. അതിലേക്ക് ഉറുമ്പൊന്നും കയറില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാലും മതി. പിന്നെ മുകളിൽ ഞാൻ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും റോസിൻ്റെ ഇതളും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ പിസ്തൊക്കെ ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴും ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.